അമേരിക്കയിൽ അധികാരത്തിലേറ്റാൻ പോകുന്ന ട്രംപ് ഭരണകൂടവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സ്ഥാനമൊഴിയുവാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞു. പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെയാണ് ഷീയും ബൈഡനും കൂടിക്കാഴ്ച നടത്തിയത്. വാണിജ്യത്തിനു പുറമെ സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിയന്ത്രണം, തായ്വാൻ, ഉത്തര കൊറിയ, റഷ്യ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. അമേരിക്കയുമായി ആരോഗ്യപരമായ ബന്ധമാണ് ചൈന ആഗ്രഹിക്കുന്നതെന്ന് ഷീ ജിൻപിങ് വ്യക്തമാക്കി. ട്രംപ് അധികാരത്തിലേറുന്നതുകൊണ്ട് ഇതിൽ മാറ്റമുണ്ടാവില്ല. അമേരിക്കയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ട്രംപ് ഭരണകൂടവുമായി സഹകരിക്കാൻ ചൈന തയ്യാറാണ്. ആണവായുധ ഉപയോഗം പോലുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ചുമതല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നൽകരുതെന്ന കാര്യത്തിൽ ബൈഡനും ഷീയും ഒരേ അഭിപ്രായം പ്രകടിപ്പിച്ചു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ സൈന്യത്തെ അയച്ചതിൽ ബൈഡൻ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. കൂടുതൽ സൈനികരെ അയക്കുന്നത് തടയാൻ ഉത്തര കൊറിയയ്ക്കുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിക്കണം. ചൈനീസ് ഹാക്കർമാർ അടുത്തിടെ അമേരിക്കൻ ടെലിഫോൺ ശൃംഖലകൾ ആക്രമിച്ചെന്ന കാര്യവും ബൈഡൻ ഉന്നയിച്ചു. തായ്വാനെ അസ്ഥിരമാക്കുന്ന സൈനിക നടപടികൾ ചൈന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തായ്വാനിലെ വിഘടനവാദ പ്രവർത്തനങ്ങളാണ് ഗലയിൽ അസ്ഥിരത വിതയ്ക്കുന്നതെന്ന് ഷീ മറുപടി നൽകി. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ബൈഡനുമായുള്ള ഷീയുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഷീ ജിൻപിങ് താമസിക്കുന്ന ഹോട്ടലിൽ നടന്ന ചർച്ച 2 മണിക്കൂർ നീണ്ടു. 4 വിഷയങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചൈനയ്ക്കെതിരായ നീക്കങ്ങൾ ഉണ്ടാകരുതെന്ന് ഷീ ബൈഡനോട് ആവശ്യപ്പെട്ടതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തായ്വാൻ, ജനാധിപത്യം, മനുഷ്യാവകാശം, വികസന വളർച്ചയ്ക്കുള്ള അവകാശം എന്നിവയാണ് ഈ വിഷയങ്ങൾ. തെക്കൻ ചൈന കടലിന്റെ അവകാശത്തിൽ ചൈനയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ അമേരിക്ക ഇടപെടരുതെന്നും ഷീ ബൈഡനോട് ആവശ്യപ്പെട്ടതായി വാർത്തകൾ പുറത്തുവന്നു.